ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്ന എവിടെയാണെന്ന് പിടിച്ചാൽ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഇല്ലിക്കക്കല്ല് കയറ്റം. ഞങ്ങൾ കയറി ഏതാണ്ട് ആയി വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ 3 പേരുമാണ് പോകുന്നത്. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഇടാം. ഇല്ലിക്കക്കല്ലിന്റെ ഭംഗി ആസ്വദിക്കാം. എല്ലാരും കണ്ടോളൂ. ഹലോ ഗൈസ്, ഞങ്ങളിന്ന് ഇല്ലിക്കക്കല്ല് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കാണാമല്ലോ. ഇതായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റും പാറ, ഒരു സൈഡിലോട്ട് കുഴി, കാലാവസ്ഥയാണ്. മഴ വിളിക്കുന്നുണ്ട്. നല്ല തെളിഞ്ഞ അന്തരീക്ഷം. എങ്ങനെ എടുക്കുന്നതൊക്കെ ചേരിച്ചു പിടിച്ച് യാത്രകൾ നീണ്ടു പോവുകയാണ്. പക്ഷെ നമ്മളിപ്പോ എങ്ങനെ എത്തും? ചെവിക്കാത്ത വെച്ച വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ പിടിച്ച് ചെയ്യാൻ പറ്റുമോ? എനിക്ക് നീ പൊട്ടനാണോ? നമ്മൾ ഉടനെ തന്നെ ഇല്ലിക്കക്കല്ലെത്തും. നോക്കിയേ, അരുവിയൊക്കെ നല്ല അരുവിയാണ്. ഇതൊക്കെ നല്ലൊരു രമണീയ പ്രതിമായ സ്ഥലങ്ങളിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചു നശിപ്പിക്കുന്ന പാറമട തുറന്നു വരുന്ന ഒഴുകയാണ്. അടുത്ത ഇത് എന്താ വരുന്നത്? അടുത്ത ചൂരൽമല, വയനാട്, ഇവിടെ ആകാം, പറയാൻ പറ്റത്തില്ല. മനുഷ്യന്റെ കാര്യമാണ്. മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് കൂടി പ്രകൃതി ദുരന്തങ്ങൾ ഇങ്ങനെ വന്ന് പോകുന്നത് കേരളത്തിൽ. ഒരു വാഴ ഇവിടെ ഇരിപ്പുണ്ട്. സാനപ്പന്റെ നല്ലൊരു പാട്ടിനി വരുന്നതാണ്. ആയിരിക്കും സാനപ്പന്റെ പാട്ട്. സാനപ്പ പാട്ട്. സുലൈമാന്റെ 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 അങ്ങനെ സുലൈമാന്റെ 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 നന്ദി ലഭിക്കുന്നതാണ്. റിജാസ് യൂസഫ് നമുക്കൊണ്ടൊരു ഗാനം ആലപിക്കുന്നതാണ് സുഹൃത്തുക്കളെ. പാലും പഴവും കൈകളിലേന്തി, 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 പാലും പഴവും കൈകളിലേന്തി. നന്ദി, നമസ്കാരം. ഇല്ലിക്കക്കല്ല് കയറ്റം കയറി വന്നുള്ളൂ. ടോപ്പിൽ പോലും എത്തിയില്ല. 2 പേരും അടുത്തതേ കിടക്കുന്നു. 2 പേർക്ക് ഒട്ടും സ്റ്റാമിന ഇല്ല. 2 പേരും. ചിക്കുവിനോട് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് കിടക്കുന്നില്ല. മേടിച്ചാടേ. ചത്ത ശവം ഇതുപോലെ. അടുത്ത ശവം. ഈ പിള്ളേരൊക്കെ എങ്ങനെ നടക്കുന്നു? ഈ 2 പിള്ളേര് ഒരു ഇതുമില്ല. നന്ദി. ഇല്ലിക്കക്കല്ല് ഇരുന്ന് കുറെ കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും ഞങ്ങൾ താഴോട്ട് ഇറങ്ങുവാണ്. ഇതൊക്കെ ഭയങ്കര അപകടമാണ്. വരുന്നവര് സൂക്ഷിക്കുക. അതുകൊണ്ടോ ഓരോ വീഡിയോ എടുക്കാനുള്ള ഐഡിയ.
ഇല്ലിക്കക്കല്ലിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരികയാണ്. സാപ്പന്റെ ഷൂ ഇട്ട് കാല് ചതഞ്ഞു. ഇവൻ നടന്നിറങ്ങി അവന്റെ കാലുളുക്കി. നിന്റെ കാല് മസിൽ പിടിച്ച് പറയാത്തെ ഞങ്ങള് മണ്ടലോട്ട് കയറിയപ്പം അങ്ങോട്ടായിരുന്നു കാറ്റ്, തിരിച്ചിറങ്ങിയപ്പം മണ്ടലോട്ടായി കാറ്റ്. എത്ര വലിയ കാറ്റ് കാണിക്കുന്നത്. അങ്ങനെയാടേ, അത് ഇങ്ങനെയല്ല, ഇങ്ങനെ വെക്കുന്ന കാല് തണുപ്പ് അടിച്ച് കോച്ച് പിടിച്ചാണ്. ഗൈസ് ഇവിടെ എന്തിനാണ് ഈ ടവർ? റേഞ്ച് ഇല്ല, ഒന്നുമില്ല. പിന്നെ എന്തിനാ ഈ ടവർ? ഇതിട്ടാലോ? അടുത്ത വീട്ടിലെ കല്യാണത്തിന് പന്തലൊരുങ്ങിയ ഇത് പറയാനേ തീ പുകഞ്ഞത് അടുപ്പിലെ പാട്ടാ, റിക്സ് തന്നിട്ട് പോയതെന്ത്? സുമഹാസിത വെച്ചാലോ? സുമഹാസിതേ നിന്നെ കാത്തു കാത്തു ഞാൻ, സുമഹാസിതേ നിന്നെ കാത്തു കാത്തു ഞാൻ. രാപ്പകലുകളാൽ അതിശയത്തെ ഓർത്തലയുകയാൽ, രാപ്പകലുകളാൽ അതിശയ പ്രേമത്തെ ഓർത്തലയുകയാൽ. ദൂഹാലെ പ്രേമക്കോളു കേറിയേ പെയ്യാതെ ഉള്ളു നീരിയേ മായാ മരുഭൂമിയിലെ മരീചിക പോലെ താലങ്ങൾ നീ വരുവാൻ വെറുതെ സൊയലോലിതേ നിന്നെ നെഞ്ചിൽ കാത്തു ഞാൻ, സൊയലോലിതേ നിന്നെ നെഞ്ചിൽ കാത്തു ഞാൻ. കണ്ണാടിപ്പൂവേ 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 കനിപ്പൂവേ മുറ്റമിതാകെ കിളിപ്പൂമകളെ നീ അണിയും തേക്കിണമാണു ഇരക്കൊമ്പിളിലായി പെയ്ത് നമ്മൾ വരുന്ന ഒരിക്കൽ തീക്കോയി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പേട്ടയിൽ. നമ്മളൊരു തൂക്കുപാലം കണ്ടു. തൂക്കുപാലം വന്ന് ശാനപ്പം പറയുന്നു. നമുക്ക് നോക്കാം. തൂക്കുപാലത്തിൽ കയറാൻ പോവുകയാണ്. ഇല്ലാത്തത് നല്ലത്. സത്യം പറഞ്ഞ ചെരുപ്പില്ല നല്ലത്. പോയിട്ട് കാല് കൂട്ടിയുണ്ട്. ശാനപ്പനിപ്പം ചെരുപ്പ് വേണ്ട എന്നാണ് പറയുന്നത്. 4 പേരിൽ കൂടുതൽ ആൾക്കാർ ഒരേ സമയത്ത് ഈ തൂക്കുപാലത്തിൽ യാതൊരു കാരണവശാലും കയറരുത്. അതാണ് ഒഴിവാക്കുക. നമ്മൾ 3 പേരേ ഉള്ളൂ, അപ്പം കുഴപ്പമില്ല. ആ പാലം ആടുന്നുണ്ട് കേട്ടോ. തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ മുല്ലമുട്ടിലൂറും അത്തറൊന്നു വേണ്ടി
അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ സുൽത്താൻ. അത്ത വീട്ട്